അധ്യായം 32 ധർമ്മത്തിന്റെ മുനമ്പ് മായാനദി. യുദ്ധം കഴിഞ്ഞിരുന്നു, പക്ഷെ അതിന്റെ മാറ്റൊലികൾ നിലനിന്നു. ലോകങ്ങൾക്കിടയിലൂടെ സൗമ്യമായൊഴുകുന്ന സന്ധ്യയുടെ ജലത്താൽ തിളങ്ങുന്ന ഒരു സർപ്പത്തെപ്പോലെ മായാനദിയുടെ തീരത്ത് കാലഭൈരവൻ നിന്നു. പൂർണ്ണമായും യാഥാർത്ഥ്യമോ അയഥാർത്ഥ്യമോ അല്ലാത്ത എണ്ണമറ്റ വിസ്മരിക്കപ്പെട്ട ജീവിതങ്ങളുടെ സ്വപ്നങ്ങളാൽ നിർമ്മിച്ചതുപോലെ അവൻ ദീർഘമായി ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നു. ഭാരമുള്ളതും നിയന്ത്രിതവും, ഓരോന്നും അളന്നു മുറിച്ചതും. അതൊരു ക്ഷീണമായിരുന്നില്ല. ക്ഷീണം പരിധികളറിയുന്നവർക്കുള്ളതാണ്. അവനതൊന്നുമില്ലായിരുന്നു. അവന്റെ ശ്വാസം ഒരു മന്ത്രമായിരുന്നു, സ്ഥിരവും ശാന്തവും, എന്നാൽ ഉഗ്രവും തടുക്കാനാവാത്തതും. ആ മഹാനായ കാവൽക്കാരൻ തികച്ചും നിശ്ചലനായി നിന്നു. അവന്റെ ഇരുണ്ട മുറിപ്പാടുകളുള്ള ചർമ്മത്തിനടിയിലെ പേശികൾ വലിഞ്ഞു മുറുകി. ഒരിക്കലും കെടാത്ത കനലുകൾ പോലെ കണ്ണുകൾ ജ്വലിച്ചു. അവന്റെ കപാലമാല സന്ധ്യാവെളിച്ചത്തിൽ മങ്ങിക്കത്തി. അവനെ പരീക്ഷിച്ച് അവസാനം കണ്ടെത്തിയ ശത്രുക്കളുടെ ഓർമ്മകൾ മന്ത്രിച്ചു. നദിയിലെ മന്ദമായ ഓളങ്ങൾ അവന്റെ പാദങ്ങളിൽ സൗമ്യമായി തലോടി. അവന് തണുപ്പോ ചൂടോ അനുഭവപ്പെട്ടില്ല. എന്തോ ഒന്നിനോ അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയുള്ള ശാന്തമായ കാത്തിരിപ്പ് മാത്രം. ചാരത്തിന്റെ വരവ്. നിശ്ശബ്ദതയ്ക്ക് ഒരു മാറ്റം വന്നു. ഒരു സാന്നിധ്യം അടുത്തുവന്നു. ഭയത്തോടെയല്ല, തുറന്ന മനസ്സോടെ. ചുവടുകൾ ഉറച്ചതും കരുതിവെച്ചതുമായിരുന്നു. കാലഭൈരവൻ അനങ്ങിയില്ല, തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. വന്നതാരെന്നവരറിയാമായിരുന്നു. ഭസ്മാസുര. അവനാ പേര് സൗമ്യമായി ശാന്തമായി മൊഴിഞ്ഞു. എങ്കിലും ഓരോ അക്ഷരവും ലോകങ്ങളുടെ നിലനിൽപ്പിന്റെ സംഘർഷത്തിൽ വിറകൊണ്ടു. നിഴലുകളുടെ ഭാഗമായിരുന്നതുപോലെ അവനിൽ നിന്ന് പുറത്തുവന്നു. അവന്റെ ശരീരം നിലാവിൽ അഗ്നിപർവ്വത ചാരം പോലെ തിളങ്ങി. കണ്ണുകൾക്ക് തിളക്കമുണ്ടായിരുന്നെങ്കിലും അവ ശാന്തമായിരുന്നു. ക്രോധം സംയമനത്തിന്റെ ഉള്ളംകൈകളിൽ ശ്രദ്ധയോടെ മടക്കിവച്ചിരുന്നു. അവനിൽ നിന്ന് ആത്മവിശ്വാസം പ്രവഹിച്ചു. അഹങ്കാരമല്ല, മറിച്ച് സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള അറിവിന്റെ ശാന്തത. കാലഭൈരവനിൽ എന്തോ ഒന്ന് ഇളകുന്നതവനറിഞ്ഞു. ക്രോധം, ആവേശം, ആകാംക്ഷ എല്ലാം കൂടി അപകടകരമായ ഒരു മിശ്രിതമായി തിളച്ചുമറിഞ്ഞു. ഭസ്മാസുരൻ അവന്റെ മുന്നിൽ നിന്നു. നിശ്ശബ്ദമായി അവനെ നോക്കി. കാലഭൈരവന്റെ പേശികൾ ഒന്നു വിറച്ചു. യുദ്ധത്തിനായുള്ള അനിയന്ത്രിതമായ ഒരു തയ്യാറെടുപ്പ്. എന്നാൽ ഭസ്മാസുരൻ കൈ ഉയർത്തിയില്ല. പകരം അവൻ ശാന്തനായി മുട്ടുകുത്തി. കാവൽക്കാരന്റെ ധ്യാനാവസ്ഥയെ പ്രതിഭിപ്പിച്ചുകൊണ്ട് അവൻ അഭിമുഖമായി ചമ്രം പടിഞ്ഞിരുന്നു. കാലഭൈരവന്റെ പുരികങ്ങൾ ചെറുതായൊന്നു ചുളിഞ്ഞു. "എന്തിനാണ് നീ വന്നതസുര?" അവൻ ചോദിച്ചു. ശബ്ദം ദൂരെയുള്ള മലകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇടിമുഴക്കം പോലെ ഗംഭീരമായിരുന്നു. ഭസ്മാസുരൻ ചെറുതായൊന്നു പുഞ്ചിരിച്ചു. "അങ്ങയോട് പോരാടാനല്ല, ലോകങ്ങളുടെ കാവൽക്കാരാ." അവൻ ബഹുമാനത്തോടെ തലകുനിച്ചുകൊണ്ട് മറുപടി നൽകി. "മറിച്ച് സംസാരിക്കാനാണ്. എന്നെ ഏറെ നാളായി അലട്ടുന്ന ഒന്നിനെക്കുറിച്ച് മനസ്സിലാക്കാൻ." കാലഭൈരവൻ ചെറുതായൊന്ന് തലചരിച്ചു. ജാഗ്രതയ്ക്കിടയിലും ആകാംക്ഷ ഉയർന്നു. "എങ്കിൽ പറയുക." അഗ്നിനാളങ്ങളുടെ സംവാദം. ഭസ്മാസുരൻ സാവധാനം ശ്രദ്ധയോടെ സംസാരിച്ചു. അവന്റെ ശബ്ദം രാത്രിയുടെ വരവുപോലെ ഗാഢവും മൃദുവുമായിരുന്നു. "അങ്ങ് ധർമ്മത്തെ തീവ്രമായി കാക്കുന്നു ഭൈരവപ്രഭോ. എന്നാൽ പറയൂ, ഒരാൾ ശരിയും തെറ്റും ധർമ്മവും അധർമ്മവും എങ്ങനെ തിരിച്ചറിയും? അത് കേവലമായ ഒന്നാണോ, അതോ ഒരാൾ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണോ?" ഭസ്മാസുരന്റെ കണ്ണുകൾ ചെറുതായൊന്നു കൂർത്തു. "ധർമ്മം ആപേക്ഷികമല്ല, സൃഷ്ടി തന്നെ തൂങ്ങിക്കിടക്കുന്ന നൂലാണത്." ഭസ്മാസുരൻ അടുത്തേക്ക് ചാഞ്ഞു. കണ്ണുകൾ ആത്മാർത്ഥമായി തിളങ്ങി. "എന്നാൽ ആ നൂലിനെ നിർവചിക്കുന്നതാരാണ് കാവൽക്കാരാ? തങ്ങൾ തന്നെ ലംഘിക്കുന്ന നിയമങ്ങളുണ്ടാക്കുന്ന ദേവന്മാരോ, അതോ ഒരിക്കൽ പിഴവു പറ്റിയതുകൊണ്ട് അസുരനെന്ന് മുദ്രകുത്തപ്പെട്ട എന്നെപ്പോലുള്ളവരോ? മറ്റൊരു തീരത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന നന്മയല്ലേ തിന്മ?" കാലഭൈരവൻ ചെറുതായൊന്നു മുരണ്ടു. കോപം കൊണ്ടല്ല, കൗതുകം കൊണ്ട്. "നിന്റെ പാപങ്ങളെ ന്യായീകരിക്കാനാണോ നീ ഇത് പറയുന്നത്?" അവൻ സൗമ്യമായി എന്നാൽ അപകടകരമായി ചോദിച്ചു. "അല്ല." ഭസ്മാസുരൻ ഉടൻ ശാന്തമായി മറുപടി നൽകി. "ഞാനിതു പറയുന്നത് എനിക്ക് വ്യക്തത വേണമെന്നതുകൊണ്ടാണ്. ഒരു കാലത്ത് ശക്തി തന്നെ എന്റെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നുവെന്ന് ഞാൻ കരുതി. എന്നാൽ ശക്തികൊണ്ടു മാത്രം ആരും നീതിമാനാകുന്നില്ല, ദേവന്മാർ പോലും." കാലഭൈരവൻ അവനെ നിശ്ശബ്ദമായി നോക്കി. "എങ്കിൽ എന്താണൊരാളെ നീതിമാനാക്കുന്നത്?" ഭസ്മാസുരൻ ചിന്തയോടെയൊന്ന് നിർത്തി.
ഉദ്ദേശ്യം, ലക്ഷ്യം. എന്നാൽ ആരുടെ ഉദ്ദേശ്യമാണ് ശുദ്ധം? അങ്ങയുടേതോ, എന്റേതോ, ശിവന്റേതോ? അവൻ നദിക്കു നേരെ സൗമ്യമായ ആംഗ്യം കാണിച്ചു. ശിവഭഗവാൻ എനിക്ക് ശക്തി നൽകിയെന്ന് നമുക്കിരുവർക്കും അറിയാം. അന്ന് അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം ശുദ്ധമായിരുന്നോ, അതോ ദേവന്മാർ ചെയ്യാറുള്ളതുപോലെ അദ്ദേഹത്തിനും പിഴവു പറ്റിയോ? കാലഭൈരവന്റെ താടിയെല്ലുകൾ മുറുകി, ക്രോധം കൊണ്ടല്ല, ചിന്തകൊണ്ട്. ദേവന്മാർക്കും പിഴവു പറ്റാം. അവൻ ശാന്തമായി സമ്മതിച്ചു. പക്ഷേ പിഴവുകൾ ധർമ്മത്തെ ഇല്ലാതാക്കുന്നില്ല. ഭസ്മാസുരൻ ബഹുമാനത്തോടെ തലയാട്ടി. എങ്കിലും കാവൽക്കാരാ, പിഴവുകൾ അതിനെ പുനർനിർവചിക്കുന്നു. ഒരൊറ്റ തെറ്റ് വീരന്മാരെ വില്ലന്മാരാക്കുന്നു, പുണ്യത്തെ പാപമാക്കുന്നു. അങ്ങനെയെങ്കിൽ ധർമ്മം തന്നെ അനിശ്ചിതമല്ലേ? സത്യം രൂപപ്പെടുന്നത് ഉദ്ദേശ്യത്താലല്ല, കാഴ്ചപ്പാടാലല്ലേ? കാലഭൈരവൻ തന്റെ അസ്ഥികൾക്കുള്ളിൽ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രതിധ്വനി അനുഭവപ്പെട്ടു. ഇതൊരു ലളിതമായ സംവാദമായിരുന്നില്ല. അവൻ കാക്കുന്ന സകലതിന്റെയും അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യലായിരുന്നു. നീ ദൈവദൂഷണത്തിന്റെ വക്കിലാണ് നൃത്തം ചെയ്യുന്നത്, അസുരാ. കാലഭൈരവൻ സൗമ്യമായി മുന്നറിയിപ്പു നൽകി. ഭസ്മാസുരൻ അവന്റെ നോട്ടത്തെ ധൈര്യമായി നേരിട്ടു. ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു പക്ഷേ, സൗകര്യപ്രദമായ ഒരു നുണയെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നതാവാം ദൈവദൂഷണം. പറയൂ, അങ്ങയുടെ ഹൃദയം തന്നെ മന്ത്രിക്കാത്ത എന്ത് കാര്യമാണ് ഞാൻ പറഞ്ഞത്? കാലഭൈരവൻ നിശ്ശബ്ദനായി. അഗാധമായ ഒരു അസ്വസ്ഥത അവനെ പിടികൂടി. ആദ്യമായി അവനൊരു വിറയൽ അനുഭവപ്പെട്ടു. അതുവരെ അവൻ അറിയാത്ത ഒരു അനിശ്ചിതത്വം. അങ്ങയെ ആശയക്കുഴപ്പത്തിലാക്കാനല്ല ഞാൻ ചോദിക്കുന്നത്. ഭസ്മസുരൻ സൗമ്യമായി, ആത്മാർത്ഥമായി തുടർന്നു. നമ്മുടെ യുദ്ധം ഇനി വാളും തീയും കൊണ്ടല്ല എന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് അർത്ഥത്തെക്കുറിച്ചാണ്. ധർമ്മം അത്ര വ്യക്തമാണെങ്കിൽ എന്തുകൊണ്ടാണ് സംശയം ഇപ്പോൾ അങ്ങയുടെ കണ്ണുകളെ അലട്ടുന്നത്? കാലഭൈരവൻ ഒരു നിമിഷം കണ്ണുകളടച്ചു. അവൻ സാവധാനം, വിമുഖതയോടെ അവ തുറന്നു. കാരണം നീ സംസാരിക്കുന്നത് വഞ്ചനയ്ക്കടിയിലെ സത്യമാണ്, അസുരാ. ഭസ്മാസുരൻ ശാന്തമായി ദുഃഖത്തോടെ പുഞ്ചിരിച്ചു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ സംസാരിക്കുന്നത് സത്യത്തിനടിയിലെ വഞ്ചനയാവാം. ഇപ്പോൾ എനിക്കുപോലും അറിയില്ല. പക്ഷേ എനിക്കിതറിയാം. നമ്മൾ കണ്ണാടികളാണ്, കാലഭൈരവ. ധർമ്മത്തിന്റെ അനിശ്ചിതമായ ചന്ദ്രൻ വീഴ്ത്തുന്ന പ്രതിബിംബങ്ങൾ. നിശ്ശബ്ദത വീണ്ടും അവർക്കിടയിൽ നിറഞ്ഞു. മുറിവേറ്റ ഒരു ദൈവം ശ്വാസമെടുക്കുന്നതുപോലെ, അഗാധവും ഭാരമേറിയതും. താൻ നിൽക്കുന്നത് നിലത്തല്ല, ഒരു വാളിന്റെ മുനയിലാണെന്ന് കാലഭൈരവൻ തോന്നി. അവന്റെ സത്ത തന്നെ കേവല സത്യങ്ങൾക്കും അജ്ഞാതമായ സത്യങ്ങൾക്കുമിടയിൽ വിറകൊണ്ടു. സംശയത്തിന്റെ വിത്ത്. ഭസ്മാസുരൻ സാവധാനം എഴുന്നേറ്റു. അവൻ ആത്മാർത്ഥമായ ഭക്തിയോട് വണങ്ങി. ഞാൻ അങ്ങയെ വേണ്ടുവോളം അസ്വസ്ഥനാക്കി. അങ്ങയുടെ സത്യസന്ധത കൊണ്ട് അങ്ങയെന്നെ ആദരിച്ചു. എന്റെ നന്ദി, ഭൈരവപ്രഭോ. ഭസ്മാസുരൻ നിഴലിലേക്ക് പിൻവാങ്ങുന്നത് കാലഭൈരവൻ നിശ്ശബ്ദമായി നോക്കിനിന്നു. അവന്റെ രൂപം പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയരുന്നതുപോലെ സാവധാനം, ബഹുമാനത്തോടെ അലിഞ്ഞുപോയി. അവൻ അവിടെ തന്നെ ഇരുന്നു, തനിക്ക് താഴെയുള്ള മൂർച്ചയേറിയ വക്ക് അനുഭവിച്ചുകൊണ്ട്. ഏതു വശത്തേക്കാണ് താൻ വീഴുകയെന്ന് ഉറപ്പില്ലാതെ. രാവണന്റെ നിഴൽ. ഭസ്മാസുരൻ ശാന്തമായി പുറത്തുവന്നു. രാവണന്റെ അരികിൽ നിന്നു. ക്ഷമയോടെയുള്ള ജ്ഞാനത്താൽ തിളങ്ങുന്ന കണ്ണുകളോടെ രാവണൻ ആ സംഭാഷണം മുഴുവൻ നിശ്ശബ്ദനായി കണ്ടിരുന്നു. നന്നായി നട്ടു, എന്റെ സഹോദരാ. രാവണൻ സൗമ്യമായി മന്ത്രിച്ചു. അവന്റെ ശബ്ദത്തിൽ ആരാധനയും തന്ത്രവും കലർന്നിരുന്നു. ഭസ്മാസുരൻ വിദൂരതയിലേക്ക് നോക്കി സൗമ്യമായി നെടുവീർപ്പിട്ടു. എങ്കിലും എനിക്കെന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നു. ഞാൻ സത്യം തന്നെയാണ് നട്ടതെന്ന പോലെ. അതൊരു വഞ്ചനയായിരുന്നു. രാവണൻ സൗമ്യമായി ആശ്വസിപ്പിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. അതൊരു വിഷയമല്ല. സത്യമോ നുണയോ, ഫലം ഒന്നുതന്നെ. അവരുടെ ഏറ്റവും ഉഗ്രനായ കാവൽക്കാരന്റെ ഹൃദയത്തിൽ സംശയം. ധർമ്മം തന്നെ വിറകൊള്ളുന്നു. അവൻ ഭസ്മാസുരന്റെ തോളിൽ ആശ്വാസത്തോടെ ഒരു കൈവച്ചു. നീ സംഹാരകനേക്കാൾ വലുതായിരിക്കുന്നു, സഹോദരാ. നീ ഒരു തത്വചിന്തകനായിരിക്കുന്നു. തീർച്ചയായും അപകടകാരി. ഭസ്മാസുരൻ സാവധാനം തലയാട്ടി. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ സംശയം നട്ടത് അവനിലോ അതോ എന്നിൽ തന്നെയോ? രാവണൻ ചിന്തയോടെ നദിയിലേക്ക് നോക്കി. ഒരു പക്ഷേ രണ്ടിലും.
സംശയം ശക്തമാകുന്നത് അത് മൊഴിയുന്ന എല്ലാവരെയും സ്പർശിക്കുന്നതുകൊണ്ടാണ്. വനം കൂടുതൽ തണുത്തു. ഇലകൾ അസ്വസ്ഥമായി മർമ്മരിച്ചു. മരങ്ങൾ സൗമ്യമായി ഞരങ്ങി. അടിസ്ഥാനപരമായ എന്തോ ഒന്നിന്റെ സൂക്ഷ്മവും ഭയാനകമായ മാറ്റം പ്രകൃതി തന്നെ തിരിച്ചറിഞ്ഞതുപോലെ. ചുവന്ന വര. മായാനദിയുടെ തീരത്ത് കാലഭൈരവൻ നിശ്ശബ്ദനായി, കണ്ണുകൾ തുറന്നുപിടിച്ച് സാവധാനം ശ്വാസമെടുത്ത് ഇരുന്നു. ഒരു ഇളം കാറ്റ് അവന്റെ ചർമ്മത്തിൽ തഴുകി. അനിശ്ചിതത്വം മന്ത്രിച്ചു. അവൻ താഴേക്ക് നോക്കി. തനിക്ക് താഴെ മൂർച്ചയേറിയ വാളിന്റെ മുന പോലുള്ള ഒന്ന് അനുഭവിച്ചു. ധർമ്മത്തിനും അധർമ്മത്തിനുമിടയിലുള്ള ചുവന്ന വര. സത്യത്തിനും മിഥ്യയ്ക്കും, കാവൽക്കാരനും സംഹാരകനും. ആ നിമിഷം അവന് ഉറപ്പില്ലായിരുന്നു ഏതു പക്ഷമാണ് തന്നെ സ്വന്തമാക്കുകയെന്ന്. അധ്യായം 32 ഇവിടെ അവസാനിക്കുന്നു.